ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റയാൻസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേരിനോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഉഴുന്നുവടയാണ് ചെയ്തേക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്തെടുത്തെടുത്തേക്കുന്നതാണ്. ഞാനിപ്പോൾ ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് ആവുന്ന പോലെ മാക്സിമം വെള്ളം കുറച്ച് ഉഴുന്ന് കുറേശ്ശെ അരച്ചെടുക്കുക. എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ഉഴുന്ന് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഉഴുന്നിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ഉഴുന്നെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പം എന്നിട്ട് ഇനിയിപ്പം ഈ ഉഴുന്ന് നമുക്ക് നന്നായിട്ട് എയർ ബബിൾസ് കയറ്റാൻ വേണ്ടി നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം ഇനിയിപ്പം നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് നല്ലൊരു പരുവാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് മാക്സിമം എയർ ബബിൾസ് കയറാൻ വേണ്ടി ഇങ്ങനെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എത്രയും ഇത് ചെയ്യുന്നു അത്രയും നല്ല സോഫ്റ്റ് അടിപൊളി ഉഴുന്നുവട കിട്ടും. അപ്പം നമുക്കിതിങ്ങനെ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം നന്നായിട്ട് അടിച്ച് നന്നായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചേർക്കാനായിട്ട് ഇത്രയും വലുപ്പമുള്ള 1 കഷ്ണം ഇഞ്ചിയും 8 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 കൂടെ ചേർക്കാം. പിന്നെ ഒരു സവോളയുടെ പകുതി സവോളയും എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞായിട്ട് അരിയുവോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുവോ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചതച്ചെടുക്കുക, എന്ത് വേണേൽ ചെയ്യാം. ഞാനതൊന്ന് ചോപ്പറിലിട്ട് അടിച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പം ഞാനത് 3 കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചോപ്പർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനിയിപ്പം ഞാനിത് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ വെള്ളം കുറച്ച് വേണം അരയ്ക്കാനായിട്ട്. അപ്പം അത്രയും നമുക്ക് കുറച്ച് ഇത് മതി. വെള്ളം കുറയും തോറും നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്യണം. നമ്മുടെ ഓരോ മിക്സിയുടെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഷേപ്പാക്കാൻ ഭയങ്കര പാട് വരും. അപ്പം ഇതെല്ലാം ആയിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുവാണ്. ചതച്ചാണ് ഇട്ടത്. ഞാൻ ചെറിയ പൊടിയായിട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം ഇവിടെ പിള്ളേർ വല്ലതും കടിച്ചാൽ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞത്. അത് തികച്ചും ഓപ്ഷണലാണ്. ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനിയിപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടിയേക്കാളും കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന റവയാണ്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുത്തു. 1.5 ടേബിൾ സ്പൂൺ റവ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഷേപ്പ് ആക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ കയ്യിൽ അല്പം എണ്ണ പിടിച്ചിട്ട് വെള്ളം പറ്റിച്ചിട്ട് ഈ കയ്യിലോട്ട് ഇത്തിരി വെള്ളം തൂത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നടുക്കൊരു കുഞ്ഞി റൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ടങ്ങ് എണ്ണയ്ക്കകത്തേക്ക് ഇടുക. എണ്ണയുടെ തീ അല്പം ഞാൻ കുറയ്ക്കുവാണ്. അത് അത്യാവശ്യം നല്ല തീയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചത്.
നിങ്ങൾ അഥവാ വെള്ളം കൂടുവാന്ന് പറഞ്ഞ് ഒത്തിരി അരിപ്പൊടിയോ ഒത്തിരി റോഷ നമ്മളിട്ട് റവയോ ഇട്ടാൽ ഇത് കട്ടിയായി പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അരിപ്പൊടി റവ ഇടരുത്. അതിൻ്റെ ആവശ്യമായ ഒരു എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് മൊത്തം ഫ്ലോപ്പായി പോവും. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല ഓക്കെ. ഈ കുറച്ചില്ല ഇട്ടേക്കുന്നത് ആണോ? നോക്കണോ? ഒരെണ്ണം കൂടി ഇടട്ടെ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിനി ഇത്തിരി തീ ചെറുതായിട്ട് കൂട്ടുക കേട്ടോ. ഒത്തിരി കൂട്ടുന്നില്ല, എന്നാലും ഒരു മീഡിയത്തിൽ ഇട്ടിട്ടുണ്ട്. തീ വേഗം അങ്ങ് കുറഞ്ഞു പോയാലും കൊള്ളില്ല, എണ്ണ കുടിക്കും. ഇതിപ്പോ നല്ലൊരു പെർഫെക്റ്റ് കളറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് റോഷ കണ്ടിട്ട്? നല്ല കളറാ. ആണോ? അപ്പൊ ഇനി നമുക്ക് എടുത്തേക്കാം, പയ്യെ എടുത്തേക്കാം. നിങ്ങൾ ഇങ്ങനെ അധികം എണ്ണയൊന്നും ഇല്ല, ഒട്ടും എണ്ണ ഈറ്റ പിടിക്കത്തില്ല. കാണാൻ വരെ ഒട്ടും എണ്ണ പിടിക്കുന്നില്ല. എന്നാലും ഈ തവിയെ പറ്റിയിരിക്കുന്ന എണ്ണയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു എന്നാ പറയുന്നത് കിച്ചൺ ടിഷ്യൂ ഇടുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു തുള്ളി പോലും എണ്ണ ഈറ്റലില്ല. നല്ല കളറില്, കറക്റ്റ് കളറിൽ. ഇനി ഇത്തിരി കൂടെ കളർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അധികം അങ്ങ് കളർ മാറുമ്പം ഒരു കരിച്ചവ് വന്നാൽ എന്നാ ചെയ്യും? അതുകൊണ്ടാണ് നമ്മൾ ഈ കളറിലെടുത്ത്. അപ്പം നമ്മൾ 6 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോടെ കോരി മാറ്റാം. ഇതില്ലേ അടിപൊളി കളർ. അയ്യോ, ഒരെണ്ണം താഴെ പോയതാണ് കണ്ടത്, അത് സാരമില്ല. നമ്മളെല്ലാം കോരി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇതും കൂടെ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം. നിങ്ങൾ ഇത്തിരി വെള്ളം കൂടുതലായി പോയി എന്നോർത്ത് പൊടികൾ അധികം ഇടരുത്. റവയാണേലും അരിപ്പൊടിയാണേലും. ഇപ്പൊ ഇത് ഇത്തിരി വെള്ളം കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തിരി ഷേപ്പ് മാറിയാലും നല്ല ടേസ്റ്റിലുള്ള ഉഴുന്നുവട കഴിക്കണമെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും റവയാണെങ്കിലും കുറച്ച് ചേർക്കാം, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി. അത് ഒത്തിരി ചേർത്താൽ അതിന്റെ മയം പോയി. ഇതിപ്പോ നല്ല സോഫ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ അടിപൊളി ഉഴുന്നുവടയും ചമ്മന്തി ഇവിടെ റെഡിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവരും പറയാറുണ്ട് ഉഴുന്നുവട ശരിയാകുന്നില്ല, ഉഴുന്നുവട ശരിയാകുന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഉഴുന്നുവട നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും.